തലക്കീഴിൽ അണിനിരത്തിയാൽ ഇങ്ങനെ അതിന്റെ മുകളിൽ എഴുതി വെക്കാം പാപി എന്ന്. ഇവിടെ വേദപുസ്തകം പറയുന്നു, പാപത്തിന്റെ ഫലമായി മനുഷ്യൻ മർത്യനായി തീർന്നു. മരണം അതിന് വിധിക്കപ്പെട്ടവനായി ഭൂമിയിലേക്ക് ജനിക്കുകയാണ്. എന്നാൽ സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കിയ, ക്രൂശിനെ സഹിച്ച ദൈവപുത്രനെ എബ്രായ ലേഖന കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. രാവിലെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, മർത്യനെ ഓർത്തിയൊരു ദൈവം, പാപത്തിന്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യകുലത്തെ ഓർത്തിയൊരു ദൈവം, അവൻ കാൽവറിയിൽ ക്രൂശിൽ കിടക്കുമ്പോൾ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചപ്പോഴും അതിന്റെ കാരണം പറയുന്നു, മർത്യനെ ഓർത്തു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. അതെ, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ആ സമയത്ത് കാൽവറിയിലെ ശിക്ഷ, അതിന്റെ കാഠിന്യം അത് മുഴുവനായി തന്റെ ശരീരത്തിന്റെ മേൽ ഏറ്റുവാങ്ങിയപ്പോൾ ആ പാപത്തിന്റെ വേദന, ആ ശിക്ഷ മുഴുവൻ അനുഭവിക്കുകയായിരുന്നു നമ്മുടെ കർത്താവ്. മരണം ആസ്വദിച്ചവൻ, മരണം അനുഭവിച്ചവൻ. എന്നാൽ ഇന്ന് രാവിലെ കാൽവറിയിൽ മരിച്ച, ചരിത്രത്തിൽ ഒരു മരണം കൂടി ശേഷിപ്പിച്ച ഒരുവനെ അല്ല തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മരിച്ചവനെങ്കിലും മരണത്തെ ജയിച്ചവനെയാണ്. കാൽവറിയിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടവനെങ്കിലും അവിടം കൊണ്ടും അവസാനിച്ചവനെയല്ല. തിരുവെഴുത്തിൽ തന്നെ നാം വായിക്കുന്നു, കല്ലറയുടെ സമീപത്ത് ചെന്നവർ ഇങ്ങനെ കണ്ടു, തുറക്കപ്പെട്ട കല്ലറ ശേഷിപ്പിച്ചിരിക്കുന്ന. നമുക്കതൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ, ദൈവത്തിന് സ്തോത്രം പറയുവാൻ വകയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. കർത്താവ് ഇങ്ങനെ മരിച്ചെങ്കിൽ, അവൻ കാൽവറിയിൽ പ്രായശ്ചിത്ത മരണം അനുഭവിച്ചു, ആസ്വദിച്ചുവെങ്കിൽ നമുക്കെന്താ പ്രയോജനം? തിരുവെഴുത്തിന്റെ തന്നെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ ചുരുക്കി പറയട്ടെ, യേശുക്രിസ്തു മരിച്ചത് കൊണ്ട്, ഇതിന്റെ താഴോട്ട് പറയുക എബ്രായ ലേഖനം, ജീവപര്യന്തം മരണഭീതിയുടെ അടിമത്വത്തിൽ മരിച്ചതുകൊണ്ട് എന്തു പ്രയോജനം? ജീവിച്ചിരുന്നപ്പോൾ ചിലതൊക്കെ ചെയ്തു പഠിപ്പിച്ചു, അവരുടെ ജീവിതം കൊണ്ട് ചില പ്രയോജനം ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അത് മാത്രമല്ല, അവന്റെ മരണം കൊണ്ടും നമുക്ക് പ്രയോജനമുണ്ട്. അവൻ മരിച്ചതുകൊണ്ട് സകല മനുഷ്യർക്ക് വേദനയുടെ മധ്യത്തിലും പ്രചോദനം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കുക, ഹൃദയം തുറക്കുക. എനിക്ക് വേണ്ടി മരിച്ചവര് അവൻ ഇന്നും ജീവിക്കുന്നു, ഹൃദയത്തിൽ സ്വീകരിക്കുക. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.